വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവിശ്വംശയുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 11, 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. വിശ്വാസത്തിന്റെ ശക്തി. അവർ രാവിലെ അത്തിമരത്തിന്റെ സമീപത്തുകൂടെ കടന്നു പോകുമ്പോൾ അത് സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നത് കണ്ടു. അപ്പോൾ പത്രോസ് അവനെ അനുസ്മരിപ്പിച്ചു, ഗുരു, നോക്കൂ, നീ ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു. യേശു പ്രതിവചിച്ചു, ദൈവത്തിൽ വിശ്വസിക്കുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. യേശുവിന്റെ രക്ഷാകര ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമെന്ന നിലയിൽ പതിവ് പ്രകാരം പ്രഭാതത്തിൽ തന്നെ ശിഷ്യന്മാരൊത്ത് യാത്ര തിരിച്ചു യേശു. ഇപ്രാവശ്യം തലേന്ന് അവർ പിന്നിട്ട വഴിയിൽ കൂടെ തന്നെയായിരുന്നു ആ യാത്ര. കാരണം തലേ ദിവസം ഫലങ്ങൾ ശേഖരിക്കാൻ വേണ്ടി അവർ ചെന്ന അത്തി മരം ഉണങ്ങി നിൽക്കുന്നതായിട്ട് ശിഷ്യന്മാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇന്നലെ വളരെ ഇടതൂർന്ന ഇലകളോടുകൂടി നിന്നിരുന്ന ആ അത്തിമരം ഇന്ന് ഇത്ര പെട്ടെന്ന് ഉണങ്ങിപ്പോയത് കണ്ടപ്പോൾ ശിഷ്യന്മാർ യഥാർത്ഥത്തിൽ അത്ഭുതപ്പെട്ടു. അവർ അപ്പോൾ ഓർത്തു, യേശു ഫലങ്ങൾ ശേഖരിക്കാൻ വേണ്ടി അത്തിമരത്തിന്റെ അടുത്ത് പോവുകയും ആ അത്തിമരത്തിൽ ഫലങ്ങളൊന്നും കാണാതെ വന്നപ്പോ ഫലങ്ങള് പുറപ്പെടുവിക്കാൻ ഇടവരാത്ത ആ അത്തിവൃക്ഷത്തോട് ഇനി നിലം പാഴാക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് അവർ അവരുടെ സ്മരണയിൽ പൊങ്ങി വന്നു. അത്യന്തം വിസ്മയത്തോടുകൂടെ അവർ യേശുവിനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഈ അത്തിമരം ഉണങ്ങിപ്പോയത്? യേശു അതൊരവസരമായിട്ട് എടുത്തുകൊണ്ട് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പാഠം അവരെ പഠിപ്പിക്കുകയാണ്. വിശ്വാസം യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് അത്ഭുതങ്ങൾക്ക് തന്നെ വഴിതെളിക്കാൻ ഇടവരും. യേശു തുടർന്ന് പറയുകയാണ്, വിശ്വാസം എന്ന് പറയുന്നത് അധങ്ങൾ കൊണ്ടുള്ള ശുശ്രൂഷ എന്നതിനേക്കാൾ ഹൃദയത്തിന്റെ പരിപൂർണമായിട്ടുള്ള സമർപ്പണമാണ് വിശ്വാസം. ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള പരിപൂർണമായ സമർപ്പണം, അത് അത്ഭുതങ്ങൾ തന്നെ പ്രവർത്തിക്കാൻ അർത്ഥമായി തീരും. ദൈവത്തിലുള്ള ഈ പരിപൂർണ സമർപ്പണത്തിന്റെ ഫലമായിട്ട് ദൈവിക ശക്തി നിങ്ങളിലൂടെ പ്രവഹിക്കാൻ, നിർഗളിക്കാൻ ഇടവരുത്തും. അതാണ് വിശ്വാസം എന്ന് യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. അവനവന്റെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന വസ്തുതകളേക്കാൾ കൂടുതൽ മനസ്സുകൊണ്ട് ദർശിച്ച് സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ പരിപൂർണമായ സമർപ്പണം ചെയ്ത് ആ സമർപ്പണ വിധേയമായിട്ട് ജീവിക്കാൻ ഇടവരുമ്പോ അതിനാണ് മനുഷ്യന്റെ ജീവിതത്തെ കൂടുതൽ സ്വാധീനിക്കാൻ ഇടവരിക എന്നുള്ള ഒരു മനഃശാസ്ത്ര തത്വം കൂടെ യേശു ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് ശിഷ്യന്മാരുടെ. ഉദാഹരണമായി, ചുള്ളിക്കമ്പുകൾ ആയിരിക്കാം ഒരു വ്യക്തിയുടെ കാലിൽ തട്ടിയത്. എന്നാൽ തട്ടിയത് ചുള്ളിക്കമ്പിന് പകരം ഒരു പാമ്പാണ് തന്നെ കടിച്ചത് എന്ന യഥാർത്ഥത്തിലുള്ള ബോധ്യം ആ വ്യക്തിയിലാണെങ്കിൽ ആ വ്യക്തിക്ക് അസുഖം പിടിപെട്ട് മരിക്കാൻ പോലും ഇടവരുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. മറിച്ചും ഇത് പ്രകൃതിയിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. കണ്ണുകൊണ്ട് കാണുന്ന വസ്തുത ജീവിതത്തെ നിയന്ത്രിക്കുന്നതിനേക്കാൾ കൂടുതൽ
ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ ഇടപെടുന്നതിനേക്കാൾ ശക്തമായ രീതിയിൽ മനസ്സിൽ സാങ്കല്പികമായിട്ട് പ്രതിഷ്ഠിക്കുകയും ആ പ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ പൂർണ്ണാർത്ഥത്തിൽ സമർപ്പണം ചെയ്യുകയും ചെയ്ത് ജീവിക്കാൻ ഇടവരുമ്പോൾ അതിന്റെ ചാലകശക്തി വളരെ വലുതാണ് എന്നുള്ളതാണ് യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. ഹൈന്ദവ പുരാണത്തിൽ തന്നെ നാം വായിക്കുന്നുണ്ട്, കർണൻ തന്റെ ഗുരുബോധനായിട്ട് ദ്രോണാചാര്യരെ മനസ്സിൽ സങ്കല്പിച്ച് മനസ്സിൽ ദ്രോണാചാര്യരെ പ്രതിഷ്ഠിച്ച് ആ സാങ്കല്പിക പ്രതിഷ്ഠയുടെ മുമ്പിൽ അസ്ത്രവിദ്യ അഭ്യസിച്ച കർണൻ കണ്ണിൽ കാണാവുന്ന അന്നത്തെ അതിവിദഗ്ധരായിട്ടുള്ള വില്ലാളി വീരന്മാരുടെ ശിക്ഷണത്തിൽ അസ്ത്രവിദ്യ അഭ്യസിച്ചിട്ടുള്ള അവരെക്കാൾ വില്ലാളി വീരനായിട്ട് തീർന്നു എന്നുള്ളതാണ് പുരാണത്തിൽ നാം വായിക്കുന്നത്. കർണനെ യഥാർത്ഥത്തിൽ പഠിപ്പിക്കാൻ അവിടെ ആരും ഉണ്ടായില്ല. മനസ്സിലെ സങ്കല്പത്തിന്റെ മുമ്പിൽ പരിപൂർണ സമർപ്പണം ചെയ്ത് ആ സമർപ്പണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആ പ്രവർത്തന ശൈലി കൊണ്ട് കർണൻ നേടിയ വൈദഗ്ധ്യമാണ് അവിടെ ശ്രദ്ധേയമായിട്ട് വരുന്നത്. ഇതുപോലെ തന്നെ ദൈവത്തിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ അത് ജീവിതബന്ധിയായിട്ട് തീരുകയാണെങ്കിൽ അധര ശുശ്രൂഷ എന്നതിനേക്കാൾ ഹൃദയത്തിന്റെ സമർപ്പണം എന്ന രീതിയിലേക്ക് അത് നീങ്ങുമ്പോ അത് മനുഷ്യന്റെ എല്ലാതരം ഊർജങ്ങളെയും അർത്ഥപൂർണമാക്കി വിന്യസിപ്പിക്കാൻ ഇടവരുത്തും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒരു സത്യം നാം മനസ്സിലാക്കി വിശ്വാസം എന്ന് പറയുന്നത് അന്ധകാരത്തിലേക്കുള്ള ഒരു എടുത്തുചാട്ടമാണ്. കണ്ണുകൊണ്ട് കാണുന്നതിലേക്കുള്ള എടുത്തുചാട്ടം എന്നതിനേക്കാൾ മനസ്സിലെ സങ്കല്പത്തിലേക്കുള്ള ഒരു എടുത്തുചാട്ടം, അതിലുള്ള പരിപൂർണമായ വിശ്വാസം, പരിപൂർണമായ സമർപ്പണം, അതാണ് ഇവിടെ വിശ്വാസം കൊണ്ട് യേശു ഉദ്ദേശിക്കുന്നത്. ഇത് മനഃശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലും പ്രകൃതിശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലും സത്യമാണ് എന്നുള്ളത് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന യാഥാർത്ഥ്യമാണ്. അങ്ങനെ വരുമ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ഉപരിപ്ലവമായിട്ടുള്ള അധര ശുശ്രൂഷയിലോ അഭ്യാസ പ്രകടനങ്ങളിലോ ജപ ധ്യാനങ്ങളിലോ മാത്രം ഒതുക്കാതെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അതിന്റെ ചൈതന്യം, ആ ചൈതന്യത്തിന്റെ ശക്തിയാൽ പ്രേരിതമായിട്ടുള്ള ഒരു ജീവിതം, ആ ജീവിതത്തെയാണ് യേശു ഇവിടെ വിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തീർച്ചയായും അത്ഭുതങ്ങൾ തന്നെ പ്രവർത്തിക്കാൻ പര്യാപ്തമായി തീരുമെന്നുള്ള സത്യം യേശു തന്റെ ശിഷ്യന്മാരെ ആ അവസരം പ്രമാണിച്ച് പഠിപ്പിക്കുകയായിരുന്നു. ഒരു വ്യവസ്ഥ യേശു നിർദ്ദേശിക്കുന്നു. ഹൃദയത്തിൽ നൈർമല്യവും മനസ്സിൽ വൈരാഗ്യമില്ലാത്ത സ്ഥിതിവിശേഷവും. എങ്കിൽ മാത്രമേ വിശ്വാസം അതിന്റെ സജീവതയിൽ പ്രവർത്തന നിരതമാകാൻ ഇടവരുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം യേശു നിർദ്ദേശിക്കുന്നത് നാം കണ്ടില്ല എന്ന് വെക്കരുത്.